ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന രാത്രി ഒന്നുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ജീവിതത്തിൽ തന്ന വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മഹത്വം കരയറ്റുന്നു. ഒരു പകല് കണ്ട നമുക്ക് ഒരു രാത്രി കൂടെ കാണുവാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം നമ്മോട് ചെയ്ത ദയയ്ക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നാം ആയിരുന്ന എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കരം കൂടിയിരുന്നല്ലോ. നാം ആയിരുന്ന എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരുന്നതിനായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ആപത്തുകൾ, അനർത്ഥങ്ങൾ, കണ്ണുനീരുകൾ, നിലവിളികൾ, നിരാശകൾ, വേദനകൾ എല്ലാറ്റിൻ്റെ നടുവിലും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി പക്ഷി എന്ന പോലെ കെണിപ്പൊട്ടി ആ കെട്ടുകളെ അഴിഞ്ഞ ഒരു സാക്ഷ്യം പറയുവാൻ, വിടുതൽ പറയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ വഴികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരുന്ന ഓരോ മേഖലകളിലും കുടുംബങ്ങൾ, ദൈവമക്കൾ, പൈതങ്ങൾ ആയിരുന്ന എല്ലാ മേഖലകളിലും, ജോലി മേഖലകൾ, ശുശ്രൂഷ മേഖലകൾ, ദേശരാജ്യങ്ങൾ എല്ലായിടത്തും ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും കൂടിയിരുന്നതിനായി വാഹനങ്ങൾ ഓടിച്ച പ്രിയപ്പെട്ടവരോടൊക്കെയും ദൈവസ്നേഹം കൂടിയിരുന്നതിനായി നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ആമേൻ വലിയവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. പലപ്പോഴും വൈകുന്നേര സമയങ്ങളിൽ, രാത്രി സമയങ്ങളിൽ തുടർമാനമായിട്ട് ഇങ്ങനെ ഗൂഗിൾ ആമേൻ ഇങ്ങനെ മീറ്റിംഗ്, യൂട്യൂബ് വഴി ദൈവത്തിൻ്റെ വചനം അനേകരിലേക്ക് എത്തിച്ചേരുവാൻ ഇടയാകുന്നതിനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ചില ദിവസങ്ങളിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ മുഖാന്തരം അതിന് കഴിയാതെ പോകുന്നു. അതിന് കാരണം ഇതാണ്: ഞാനിപ്പോൾ നിലവിൽ താമസിക്കുന്ന ഞങ്ങളുടെ ഇപ്പോൾ ഉള്ള ഭവനം വനത്തിൻ്റെ അടുത്തായിട്ടാണ്. ഏകദേശം ഞങ്ങളുടെ ഒരു വീട്ടിൽ നിന്ന് അര കിലോമീറ്റർ പോകണ്ട. അതിനകത്ത് ആനയുടേതാകുന്ന ശല്യമുണ്ട്. അപ്പോൾ തന്നെ മറ്റ് പല കാട്ടുമൃഗങ്ങളും വരുന്നുണ്ട്. പന്നി, കാട്ടുപോത്ത്, മ്ലാവ്, കേഴ, മാന്, അപ്പോൾ ഇങ്ങനെ പലവിധമാകുന്ന രീതിയിലാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ വൈകുന്നേരങ്ങളിൽ വീഡിയോ ചെയ്യാനായിട്ട് സന്ദേശവുമായിട്ടിരിക്കുമ്പോൾ അപ്പം ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് ക്രമീകരിക്കപ്പെട്ട റൂമുകളോ കാര്യങ്ങളോ ഒന്നും സൗണ്ട് സിസ്റ്റം ഉള്ളതില്ലാത്തത് കൊണ്ട് ചില ദിവസങ്ങൾ മുടങ്ങിപ്പോകുന്നു. അതിൽ ഹൃദയത്തിനകത്ത് ഒത്തിരി ഭാരവും വേദനയും ഉണ്ട്. കാരണം ലൈവ് ചെയ്യുമ്പോൾ ഈ മീറ്റിങ്ങിൽ ഒത്തിരി ആൾക്കാർ കാണുന്നുവെന്ന് വിളിച്ചു പറയുന്നു. അപ്പോൾ തന്നെ അനേകർ ഈ മീറ്റിങ്ങിൻ്റെ ശബ്ദം കേട്ടാണ് ആശ്വാസം കൊള്ളുന്നതൊക്കെ എന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സമാധാനവും സന്തോഷവും ജീവിതത്തിനകത്ത് കടന്നു വരുന്നു. ഇത്രയും പ്രയാസപ്പെട്ട രാത്രി കാലങ്ങളിൽ ഇരുന്ന് ചെയ്യുന്ന ഈ മീറ്റിങ്ങിനെ സ്വർഗം അംഗീകരിക്കുന്നുവെന്നാണ് അതിൻ്റെ ഒരു തെളിവ്. അനേക വിടുതലുകൾ നടക്കുന്നു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രിയിലും ഒരനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശവുമായിട്ടാണ് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു വാക്യം വായിക്കുകയാണ്. യോശുവയുടെ പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്റെ കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, വായിച്ച തിരുവചനത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങൾ വായിച്ച ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വിടുതലായി മാറുവാൻ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് സമാധാനമായി, സന്തോഷമായി, അത്ഭുതകരമായ ദൈവിക ചലനങ്ങളായി മാറുവാൻ ഇപ്പോൾ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് ജീവിതത്തിനകത്ത് അസാധാരണമായ വിടുതലുകൾ നടക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ചില വ്യക്തികൾക്ക് സാമ്പത്തികമായ വിടുതലുകൾ ഉണ്ടാകട്ടെ. ചില വ്യക്തികൾക്ക് മുൻപിലേക്ക് പോകാൻ കഴിയാതെ വണ്ണം ഭാരപ്പെട്ട് നിൽക്കുന്ന, പ്രത്യേകിച്ച് ശുശ്രൂഷ സംബന്ധമായി, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായി
ചില വ്യക്തികൾ ഭവന സംബന്ധമായി മുമ്പിലേക്ക് പോകാൻ കഴിയാതെ വണ്ണം ബ്ലോക്കായി നിൽക്കുന്ന, സ്റ്റക്കായി നിൽക്കുന്ന മേഖലകളിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരം അതിശക്തമായി ഇടപെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ അത്ഭുതകരമാകുന്ന വിടുതലും ആശ്വാസവും ദൈവം പകരുന്നതിന് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ വായിച്ച തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഈ തിരുവചനത്തിനകത്തുനിന്ന് ദൈവശബ്ദം ഞങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കർത്താവ് ലഭിക്കുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള ഓരോ മേഖലകളിലും ദൈവത്തിൻ്റെ കര കൂടിയിരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങുകൾ, ഈ ശുശ്രൂഷകൾ ആയിരക്കണക്കിന് ജനത്തിന് ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നോക്കണേ, ഒരു അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് യോശുവയുടെ പുസ്തകം. യോശുവ ഒരു പുതുതലമുറ ശുശ്രൂഷയിലേക്ക് കയറി വരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഭാഗത്തോടു കൂടിയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. യോശുവയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും, വേദപുസ്തകം വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകാം. പുറത്ത് ഞങ്ങളുടെ പരസ്യയുഗമാണെങ്കിൽ ആ പരസ്യയുഗത്തിന് ശുശ്രൂഷിക്കുന്ന ഭാഷ വേറെയാണ്, അവിടെ സംസാരിക്കുന്ന ലാംഗ്വേജ് വേറെയാണ്. കാരണം വേദപുസ്തകം അറിയാത്ത ഒരു വ്യക്തിയോട് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ആ രീതിക്കാണ് സംസാരിക്കേണ്ടത്. എന്നാൽ സഭയ്ക്കകത്ത് സംസാരിക്കുമ്പോൾ ആ രീതിക്കല്ല സംസാരിക്കേണ്ടത്. എന്നാൽ കൺവെൻഷൻ സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ ഓരോ മേഖലയിലും ഓരോ രീതിയിലാണ് ഓരോ ശുശ്രൂഷകളും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളോട് യോശുവ ആരാണെന്ന് വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. യോശുവ മോശയുടെ പിന്തുടർച്ചക്കാരനാണ് എന്നൊരു ഭയങ്കര സത്യം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. യോശുവയുടെ അപ്പൻ ആരെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ആരായിട്ടാണ് നമ്മൾ പൊതുവെ യോശുവയെ അറിയുന്നത്? മോശ കഴിഞ്ഞു അടുത്തൊരു ശുശ്രൂഷക തലം. ആമേൻ. ഈ ഒരു വചന സത്യത്തെ ഒന്ന് സ്തോത്രം പറഞ്ഞു സ്വീകരിക്കാമോ? നോക്കണേ, മോശ കഴിഞ്ഞ് അടുത്തൊരു ശുശ്രൂഷ തലം ഏറ്റെടുക്കുന്നത് യോശുവയാണ്. യോശുവയെ ഇത്രത്തോളം നാളും ദൈവസന്നിധി നിന്നത്, മോശയോട് കൂടെ നിന്നത് ഒന്നും വെറുതെ അല്ല. അടുത്ത നിന്നിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പോയിൻ്റ് ചെയ്യുകയാണ്. അടുത്ത ശുശ്രൂഷയുടെ കാലഘട്ടം നിന്നിലേക്ക് വെളിപ്പെട്ട് വരികയാണ്. നീ നിന്നതും ഓടിയതും ഒന്നും വെറുതെ അല്ല. സ്വർഗത്തിലെ ദൈവം നിന്നെ മാനിക്കാൻ സമയമായിരിക്കുകയാണ്. ഇതൊക്കെ യോശുവമാരോട് ഞാൻ ആത്മാവിൽ പറയുകയാണ്. നിങ്ങളെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്, നിങ്ങളെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. നിശ്ചയമായും ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടുകൂടി. ഒന്നാമത് നമുക്ക് ദൈവത്തോട് വിശ്വസ്തത ഉണ്ടാകണം. രണ്ടാമത് മനുഷ്യരോട് വിശ്വസ്തത ഉണ്ടാകണം. അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മനുഷ്യരോടുള്ള വിശ്വസ്തത. കാരണം ദൈവത്തോടുള്ള വിശ്വസ്തത നമുക്ക് വിശ്വസ്തത കാണിച്ചാൽ മതി, ദൈവത്തിന് മനസ്സിലാകും. മനുഷ്യരോടുള്ള വിശ്വസ്തത അത് തെളിയിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ സത്യം പോലെയൊക്കെ പറഞ്ഞും തെളിയിച്ചും വരുമ്പോഴൊക്കെ ചില ബന്ധങ്ങളൊക്കെ അകന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു ഭാഗത്ത് അത് നമ്മുടെ ശുശ്രൂഷ ആത്മാവിൽ കത്തിക്കും. കാരണം ശാപാലാധാരക്ക്. അപ്പോൾ അതൊരു വല്ലാത്തൊരു മർമ്മമാണ്. മനുഷ്യനെ ഇപ്പോഴും എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ആ ദൈവസന്നിധി നീതിയായി മാറുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതം നടക്കും. ശുശ്രൂഷകളെല്ലാം ലെവൽ മാറും, അത്ഭുതങ്ങൾ നടക്കും. എന്നാൽ ഇതിൻ്റെ വാസ്തവം എങ്ങനെയാണ്? ചിലരൊക്കെ മാനുഷികമായി പറയുന്നതൊക്കെ തെറ്റാണെന്നൊക്കെ വെളിവായി വരുമ്പോൾ പലർക്കും അതത് അക്സെപ്റ്റ് ചെയ്യാനും അതുമായിട്ട് ഫോളോ അപ്പ് ചെയ്യാനൊന്നും പിന്നെ പറ്റാതെ വരും. അപ്പോൾ ചില ബന്ധങ്ങളൊക്കെ മാറിയെന്നിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദൈവസന്നിധി വിശ്വസ്തനായിരിക്കുക, മനുഷ്യരോട് വിശ്വസ്തനായിരിക്കുക. ദൈവം ആ വിഷയങ്ങളുടെ അകത്ത് ഇടപെടും. ദേശത്ത് വിശ്വസ്തനായിരിക്കുക. പ്രാർത്ഥിക്കുക, കണ്ടിന്യൂസായി പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ദൈവകൃപയിൽ പ്രാർത്ഥിക്കുക, അഭിഷേകത്തിനകത്ത് പ്രാർത്ഥിക്കുക. ദൈവശക്തിക്കകത്ത് പ്രാർത്ഥിക്കുക, ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുക, വചനം ചൊല്ലി പ്രാർത്ഥിക്കുക, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക, വിവേചിച്ച് പ്രാർത്ഥിക്കുക, ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കുക, വെളിപ്പാടിൽ പ്രാർത്ഥിക്കുക, പ്രവചിച്ച് പ്രാർത്ഥിക്കുക, ആത്മദാഹത്തോടു കൂടി പ്രാർത്ഥിക്കുക, കെട്ടുകളെ അഴിച്ചു പ്രാർത്ഥിക്കുക, വെട്ടി പ്രാർത്ഥിക്കുക, വചനം പറഞ്ഞ് സൗഖ്യമാക്കി പ്രാർത്ഥിക്കുക. അനവധി പ്രാർത്ഥനാ രീതികളുണ്ട്.
ആമേൻ. അങ്ങനെ യോശുവയ്ക്ക് പൊങ്ങി വരാൻ ഒത്തിരി വഴികളുണ്ട്. വിശ്വസ്തരായിരിക്കുക എന്നൊരു ഭാഗം കൊണ്ട് ഞാൻ ആ മേഖല നിർത്തുകയാണ്. സ്തോത്രം. ദൈവം അവിടെ ആ മേഖലയെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ യോശുവ മോശയ്ക്ക് ശേഷം ഒരു ശുശ്രൂഷ മേഖലയിലേക്ക് കയറി വരികയാണ്. അതിൻ്റെ ആന്തരികമായ ഒത്തിരി ആഴങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നൊരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ഇവിടെ യോശുവയോട് ഉറപ്പിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ് ആ കാര്യം? ദൈവം യോശുവയോട് പറയുകയാണ്, നിൻ്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിവർന്ന് നിൽക്കുകയില്ല. നോക്കുകയാണെങ്കിൽ 1-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്ക് മുതൽ നമുക്കൊന്ന് വിവേചിച്ച് പോകാം. ആദ്യം ഒന്നാമത്, നിൻ്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിവർന്ന് നിൽക്കുകയില്ല എന്നതിനർത്ഥം വരില്ല എന്നല്ല, പക്ഷെ വരും, നിവർന്ന് നിൽക്കുകയല്ല. സ്തോത്രം ചെയ്യാമോ? പ്രതികൂലം വരില്ല എന്നല്ല, വരും. വെല്ലുവിളി മനുഷ്യൻ്റെ രൂപത്തിൽ വരില്ല എന്നല്ല, വരും. പക്ഷേ അവൻ നിൻ്റെ മുമ്പിൽ നിവർന്ന് നിൽക്കുകയില്ല. മനസ്സിലായോ? മനുഷ്യൻ്റെ രൂപത്തിൽ വെല്ലുവിളി ഉണ്ടാകും, പക്ഷേ നിൻ്റെ ജീവകാലത്തൊരിക്കലും അത് നിൻ്റെ നേരെ നിവർന്ന് നിൽക്കുക ഇല്ല. പറയാമോ? രണ്ടാമത്തെ കാര്യം പറയുകയാണ്, ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ നിൻ്റെ കൂടെയും ഇരിക്കും. യോശുവേ, ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ നിൻ്റെ കൂടെയും ഇരിക്കും. മോശയോട് കൂടെ ഞാൻ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ യോശുവേ നിന്നോട് കൂടെയും യഹോവയായ ദൈവം നിൻ്റെ കൂടെയും ഇരിക്കും എന്നാണ് അവിടുത്തെ ഉദ്ദേശം. അടുത്ത് പറയുകയാണ്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. മൂന്നാമത്തെ കാര്യമാണ്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അപ്പോൾ കൈവിട്ടു പോകുന്നു എന്നുള്ള സാഹചര്യങ്ങൾ വരാം, എന്നാലും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. നാലാമത്തെ കാര്യം, ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഈ 4 കൂട്ടം കാര്യങ്ങളാണ് യോശുവ 1-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിനകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഞാനതിൻ്റെ 2-ാമത്തെ പോയിൻ്റ് മാത്രമാണ് എടുത്ത് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിൻ്റെ കൂടെയും ഇരിക്കും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവിക സന്ദേശം ഇതാണ്. ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. ദൈവം താങ്കളുടെ കൂടെ ഉണ്ട്. ദൈവം താങ്കളുടെ പക്ഷത്തുണ്ട്. ദൈവം താങ്കളെ വിട്ടു പോയിട്ടില്ല. ദൈവം താങ്കളെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. ദൈവം താങ്കളെ മറന്നു കളഞ്ഞിട്ടില്ല. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ദൈവം താങ്കളെ ഉപേക്ഷിച്ചിട്ടില്ല. ദൈവം താങ്കളെ മറന്നു കളഞ്ഞിട്ടില്ല. ദൈവം നിൻ്റെ കൂടെ, നിന്നോട് കൂടെ ദൈവം ഉണ്ട് എന്ന് പറയുന്ന വിധത്തിൽ യോശുവേ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും വെളിപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന അനേക ആയിരം യോശുവമാരോട് ഞാൻ ആത്മാവിൽ പറയുകയാണ്, ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ, പ്രത്യക്ഷമായും പ്രത്യക്ഷമല്ലാത്ത രീതിയിൽ ദൈവത്തിൻ്റെ കരം അതിശക്തമായി ഇടപെടുകയും ദൈവം അത് പ്രൂവ് ചെയ്യുകയും നിങ്ങൾ അനേകം വിഷയങ്ങളുടെ നടുവിൽ നിങ്ങൾ ആത്മാവിൽ അതിനെ ജയിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പട്ടണം പറയുവാൻ തക്കണം. സങ്കീർത്തനത്തിനകത്തൊരു വാക്യമുണ്ട്, ഇങ്ങനെയാണ്, ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന്. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. പലരും പറയുകയാണ്, ദൈവം ആ മനുഷ്യനെ കൈവിട്ടു, ദൈവത്തിന് ആ മനുഷ്യനെ ഇഷ്ടമില്ല, ദൈവം ആ മനുഷ്യനെ കളഞ്ഞു. ഇനി സാത്താനെ പന്ത് കെട്ടാമല്ലോ, മനുഷ്യർക്ക് പന്ത് കെട്ടാമല്ലോ, നാട്ടുകാർക്ക് പന്ത് കെട്ടാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ദൈവം ചില പ്രവൃത്തികളെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ വായിച്ച വാക്യം, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. എങ്ങനെയാണോ മോശയോട് കൂടെ ഇരുന്നത്, എങ്ങനെയാണോ ദൈവം മോശയെ കൊണ്ടു നടന്നത്, എങ്ങനെയാണോ മോശ ദൈവം അഭിഷേകം ചെയ്തത്, എങ്ങനെയാണോ മോശ ശുശ്രൂഷ ചെയ്തത്, എങ്ങനെയാണോ മോശ ദൈവം നടത്തിയത്, എങ്ങനെയാണോ മോശ ദൈവശബ്ദം കേട്ടത്, അതുപോലെ
നിന്നോട് കൂടെയും ഞാനിരിക്കുമെന്ന്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ മെസ്സേജ് 1 മണിക്കൂർ കൊണ്ടൊന്നും തീരത്തില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. മോശ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ഭയങ്കര ആത്മാർത്ഥമുള്ള മനുഷ്യനായിരുന്നു. ദൈവത്തെ കാണണമെന്നൊക്കെ അങ്ങ് കയറി പറഞ്ഞു കളഞ്ഞു. ബുദ്ധിമുട്ടാണെങ്കിലും താനത് പറഞ്ഞു, ആ ഹൃദയത്തിനകത്തുള്ള കാര്യം അങ്ങ് പറഞ്ഞു. എന്നതുപോലെ യോശുവേ, എങ്ങനെയാണോ മോശയോട് കൂടെ ഞാൻ ഇരുന്നത് അതുപോലെ നിൻ്റെ കൂടെയും ഇരിക്കും. സ്തോത്രം. ആർക്കൊക്കെയോ ഒന്ന് ചെറുതായിട്ട് പിടികിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മോശയോടുകൂടെ എങ്ങനെ ഇരുന്നോ അതുപോലെ യോശുവേ നിന്നോട് കൂടെ ഇരിക്കും. നിൻ്റെ ആശങ്കകൾക്ക് വിരാമം. നീ ആശങ്കപ്പെടുന്ന വിഷയങ്ങൾക്ക് എങ്ങനെ മുമ്പിലേക്ക് പോകും, എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, എങ്ങനെയാണ് ഈ വിധ കാര്യങ്ങളെ അവൻ മുൻപിലേക്ക് കൊണ്ടുപോകുന്നത്, ശുശ്രൂഷ മുൻപിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന യോശുവയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, യോശുവേ, മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയുകയാണ്, മോശയോട് കൂടെ ഇരുന്ന ദൈവം യോശുവേ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് അരുളി ചെയ്ത ദൈവം ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ നിങ്ങളുടെ യാത്രകളിൽ, നിങ്ങളുടെ ജോലി മേഖലകളിൽ, നിങ്ങളുടെ ആരാധനാ മേഖലകളിൽ, സഭാ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ ഭൗമിക ജീവിതത്തിനകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ ആമേൻ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ തലമുറകളകത്ത്, നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവം അത്ഭുതങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നോക്കണേ, 1-2 ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ച് മുൻപിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഇത് യോശുവയോട് പല പ്രാവശ്യം ദൈവം ഇങ്ങനെ പറയുകയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 ഭാഗങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. യോശുവയോട് പറയുന്നു, ഉറപ്പും ധൈര്യമുള്ളവനായിട്ട് ഇരിക്കുക. 1-ാം അധ്യായം യോശുവ 1-ന്റെ 5-ാമത്തെ പറയുന്നു, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. 7-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. അപ്പോൾ തന്നെ സ്തോത്രം 9-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. അപ്പോൾ 1-ലധികം പ്രാവശ്യം ദൈവം യോശുവ എന്ന് പറയുന്ന മനുഷ്യനെ ബലപ്പെടുത്തുകയാണ്. ഇതുപോലെ ദൈവത്തിൽ നിന്നുള്ള ബലം ലഭിച്ചിട്ടും, ദൈവത്തിൽ നിന്നുള്ള ദൂത് ലഭിച്ചിട്ടും, ദൈവത്തിൽ നിന്നുള്ള പ്രവചനവും വെളിപ്പാടുകളൊക്കെ കിട്ടിയിട്ട് പിന്നെയും ഹൃദയത്തിനകത്ത് ആശങ്കകളോടുകൂടി ആയിരിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്, നിങ്ങളോടാണ് ഞാൻ ഈ വചനം പറയുന്നത്. നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ വ്യാകുലപ്പെടുന്ന, നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് ഈ ദിവസങ്ങളിൽ ഉറപ്പും ധൈര്യവുമുള്ള വ്യക്തിയായിട്ട് നിങ്ങളായിരിക്കുക. നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് എന്ന് തെളിയിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത് ദൈവമുണ്ട് എന്ന് തെളിയിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. നിങ്ങളുടെ ശുശ്രൂഷയിൽ ദൈവം കൂടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. നിങ്ങളുടെ സഭയിൽ ദൈവമുണ്ട് എന്ന് തെളിയിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. അതേ, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്ന് ദൈവം യോശുവയോട് പറയുകയാണ്. ആമേൻ. ഇതേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ആത്മാവിൽ ബലപ്പെടുവാനായിട്ട് സാധിക്കും. എന്നാൽ വേഗത്തിൽ ഞാൻ ആ ഭാഗം വിട്ട് മുൻപേക്ക് കടന്നു പോവുകയാണ്. വായിച്ചു തിരുവചന സത്യത്തിനകത്തേക്ക് ആമേൻ അതിൻ്റെ കുറിവാക്യത്തിനകത്തേക്ക് വരണമല്ലോ. പ്രൈസ്തലോട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. അടുത്ത് അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന അനേകം വാക്കുകളിൽ പ്രത്യേകിച്ച് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നൊരു വാക്കുണ്ട്, നീ ശുഭമായിരിക്കേണ്ടതിന്. നീ ശുഭമായിരിക്കേണ്ടതിന് എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. നീ ചെല്ലുന്നിടത്തെല്ലാം നീ ശുഭമായിരിക്കേണ്ടതിന്. നീ ശുഭമായിരിക്കേണ്ടതിന്. അപ്പോൾ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കുമെന്നൊരു ഉറപ്പ് വചനം കൊടുക്കുന്നില്ല. അപ്പോൾ നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കണമെങ്കിൽ നീ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അങ്ങനെ ആയിരുന്നാൽ
നീ ശുഭമായിരിക്കും. അപ്പോൾ ചെല്ലുന്നിടത്ത് ആപത്ത് സംഭവിക്കാം, നല്ലതും സംഭവിക്കാം, അനുഗ്രഹം സംഭവിക്കാം, ശാപവും സംഭവിക്കാം. എങ്ങനെ? നീ ചെല്ലുന്നിടത്ത നിന്റെ ദൈവമായ യഹോവ മോശെയോട് കൊടുത്ത ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടന്നാൽ ശുഭമായിരിക്കും, അനുഗ്രഹമായിരിക്കുമെന്ന് യോശുവയോട് പറയുകയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. വേഗത്തിൽ ഞാൻ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം, ആമേൻ, മോശെയോട് കൂടി ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെയും ഇരിക്കുമെന്ന് അവൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നോക്കോണേ, ആമേൻ, സ്തോത്രം. പെട്ടെന്ന് ചില കാര്യങ്ങൾ 1, 2, ആമേൻ, സ്തോത്രം, ഇങ്ങനെ എണ്ണിക്കൊണ്ട് ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് 3 കാര്യങ്ങളെ വേഗത്തിൽ പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നീ ശുഭമായിരിക്കേണ്ടതിന് 1-ാമത്തെ അധ്യായം 7-ാം വാക്യത്തിനകത്ത് പറയുന്നു, നീ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഒന്നുകൂടെ, ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അപ്പോൾ ഒരു വഴി തന്നെ പൊയ്ക്കോണം, ആ വഴി വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത്. ശുഭമായിരിക്കേണ്ടതിന് ദൈവത്തെ വിട്ട് മാറരുത് എന്നാണ് ആ പറഞ്ഞ വാക്കിന് അർത്ഥം. പെട്ടെന്ന് ആമേൻ 8-ാമത്തെ വാക്യത്തിനകത്തേക്ക് കടക്കാം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകുകയും അരുത്. 2-ാമത്തെ പോയിൻ്റ്, വായിൽ നിന്നും നീങ്ങിപ്പോകുകയും അരുത്. ഇവ വായിൽ നിന്നും മാറിയിട്ട് ദുർഭാഷണങ്ങൾ നാവിൻ്റെ മേൽ കയറി വരരുത്. അങ്ങനെ വന്നാൽ അനുഗ്രഹം പ്രാപിക്കത്തില്ല. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ വായ്ക്കകത്തു നിന്ന് നാവിൽ നിന്ന് മാറിപ്പോകല്ല. അപ്പോൾ എവിടെയൊക്കെയോ നമുക്ക് തകർച്ച സംഭവിച്ചത്, ഉടവ് സംഭവിച്ചത്, അപ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയത് കൊണ്ടാണ്, നാവിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം മാറിപ്പോയത് കൊണ്ടാണ്. 3-ാമത്തെ കാര്യം, നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം എന്ന് വെച്ചാൽ അത് ഹൃദയത്തിനകത്ത് വഹിക്കണം, അതിനെ ആത്മാവിൽ വഹിക്കണമെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ നമ്മുടെ ചില യോശുവമാരുടെ ജീവിതത്തിലെ പരാജയത്തിൻ്റെ 3 കാരണമാണ്. 1, വചനം വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും മാറിപ്പോയി. 2-ാമത്തെ കാര്യം, അത് വായിൽ നിന്ന് നീങ്ങിപ്പോയി. 3-ാമത്തെ കാര്യം, അത് ധ്യാനിക്കാത്തത് കൊണ്ട് അത് പരാജയമായി മാറിപ്പോയി. ഇവിടെ യഹോവയായ ദൈവം പറയുകയാണ്, നിൻ്റെ വായിൽ നിന്ന് മാറിപ്പോകല്ല, ഇടത്തോട്ടും വലത്തോട്ടും അത് വിട്ട് നീ മാറരുത്, നിൻ്റെ ധ്യാനത്തിൽ നിന്ന് അത് മാറിപ്പോകുവാനിടയാകല്ല. ഇതൊക്കെയാണ് പരാജയത്തിൻ്റെ കാരണം. അപ്പോൾ വിജയമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ, വായിൽ നിന്ന് നീങ്ങിപ്പോകാതെ വചനം ധ്യാനിച്ചാൽ, രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. സ്തോത്രം. വേഗത്തിൽ ഞാൻ 1-2 വാക്കുകളുടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഈ ദിവസങ്ങളിൽ ദൈവം ഇരിക്കും. ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുകയാണ്, യോശുവേ, നിൻ്റെ കൂടെ ഇരിക്കുവാൻ. പലപ്പോഴും ദൈവത്തോടു കൂടെ ഇരിക്കുവാൻ പലരും ആഗ്രഹിക്കുന്നു. എന്നാൽ ഇവിടെ യോശുവേ, നിൻ്റെ കൂടെ ദൈവം ഇരിക്കും. ഇവിടെ പറയുന്ന വാക്കിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കണം. നിൻ്റെ കൂടെ ദൈവം ഇരിക്കും. നീ ദൈവത്തെ വിട്ട് മാറില്ല, ഈ ദൈവത്തെ വിട്ട് പോകല്ല. നിൻ്റെ ആത്മീക സ്പീഡ് നീ കുറഞ്ഞു പോകല്ല. നിൻ്റെ ആത്മീക കാഴ്ചപ്പാടുകളകത്ത് വിള്ളലുകൾ വീഴരുത്. നിൻ്റെ ആത്മീക കാഴ്ചപ്പാടുകളകത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് അകൽച്ചകൾ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകാതിരുന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിന് പ്രവർത്തിക്കുവാനുണ്ട്. ഇവിടെ ദൈവം യോശുവയെ ബലപ്പെടുത്തുകയാണ്. യോശുവേ, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കുമെന്നല്ലേ പറഞ്ഞത്? ഞാൻ നിന്നെ ബലപ്പെടുത്തുമെന്ന്, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. യോശുവയെ ദൈവം ബലപ്പെടുത്തുകയാണ്. നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ജീവിതത്തിനകത്ത് ആശങ്കകളില്ലാത്ത ആരാണുള്ളത്? ഒത്തിരി ആശങ്കകളാണ് നമുക്ക്. നാളെ ജോലി ഉണ്ടാകുമോ ഇല്ലയോ? നാളെ ശമ്പളം കുറയുമോ കൂടുമോ? പോകുന്ന വാഹനത്തിൽ എന്തു സംഭവിക്കും? ഒന്നും പറയുന്നില്ല. കുഞ്ഞുങ്ങൾ പഠിക്കുന്നിടത്ത്
ഭാര്യയും ഭർത്താവുമായിരിക്കുന്നിടത്ത്, വിദേശ രാജ്യങ്ങൾ, ദൂരദേശങ്ങൾ, പല മേഖലകൾ, ആശങ്കകൾ, ഒരുപാട് ആശങ്കകൾ. ഇനി ബിസിനസ് ചെയ്യുന്നവർക്ക് ആശങ്കകളുണ്ട്, വണ്ടി ഓടിക്കുന്നവർക്ക്, കപ്പൽ യാത്ര ചെയ്യുന്നവർക്ക്, വിമാനം ഓടിക്കുന്നവർക്ക്, ജീവിതത്തിൽ ആശങ്കകളില്ലാത്ത ആരുമില്ല. പക്ഷേ വചനം പറയുകയാണ്, യോശുവേ, ആശങ്കകൾക്കൊന്നും നിൻ്റെ ജീവിതത്തിനകത്ത് സ്ഥാനമില്ല. കാരണം നിൻ്റെ തൊട്ടടുത്ത ദൈവമുണ്ട്, നിൻ്റെ കൂടെ ദൈവമുണ്ട്. ദൈവം കൂടെ ഉണ്ടെന്ന് തെളിയിക്കുന്ന നാളുകളാണ് കേട്ടോ. ദൈവം യോശുവയുടെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കുന്ന നാളുകളാണ് കേട്ടോ. ദൈവം കൂടെ ഉണ്ടെന്ന് ഉറപ്പിക്കുന്ന നാളുകളാണ്. ദൈവം കൂടെയുണ്ട്. ആരൊക്കെ കൂടെയില്ലെങ്കിലും ദൈവം കൂടെയുണ്ട്. മോശ കൊണ്ട് നടന്ന ലക്ഷക്കണക്കിന് ജനം ഇന്ന് യോശുവയുടെ കൂടെയുണ്ട്. പക്ഷേ ലക്ഷക്കണക്കിന് ജനം കൂടെ ഉണ്ടെങ്കിലും യോശുവയുടെ അകത്തൊരു ഒറ്റപ്പെടൽ, ലക്ഷക്കണക്കിന് ജനത്തിൻ്റെ പിൻബലമുണ്ടെങ്കിലും യോശുവ ഒറ്റയ്ക്കാണെന്ന ഹൃദയത്തിനകത്തൊരു തോന്നൽ, തൻ്റെ ശുശ്രൂഷയ്ക്കകത്തും ലീഡർഷിപ്പിനകത്തും. അവിടെ ദൈവം ഇറങ്ങി വന്ന് പറയുകയാണ്, മോശ ഒറ്റപ്പെട്ടപ്പോൾ എങ്ങനെ മോശയുടെ കൂടെ ഇരുന്നോ അതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. രാമൻ പറഞ്ഞു, സ്വീകരിക്കാമോ? ഹല്ലേലൂയ. ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും യോശുവ ഒറ്റയ്ക്ക് നിൽക്കുന്നത് പോലെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് കൂടെ നിൽക്കുമ്പോഴും അവരുടെ സാന്നിധ്യം അസാന്നിധ്യമാകുമ്പോഴും അവരുടെ പ്രസൻസ് പലപ്പോഴും മൈനസായി മാറുമ്പോഴും ദൈവം പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഞാൻ നിൻ്റെ ബലമാണ്, ഞാൻ നിൻ്റെ സംഗീതമാണ്, ഞാൻ റാഫയായ ദൈവമാണ്, ഞാൻ യഹോവ നിസ്സിയാണ്, ഞാൻ അമിശാലവുമായ ദൈവമാണ്, എൽഷദായായ ദൈവമാണ്. കർത്താവിൻ്റെ വചനം പറയുക, എവിടെയൊക്കെയോ ഭാരപ്പെട്ട് നീറുന്ന ഹൃദയങ്ങളോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം കൂടെയുണ്ട് എന്ന് അവൻ പറയുന്ന ചില അടയാളങ്ങൾ സഹിതം ദൈവം നിങ്ങളെ പുറത്തെടുക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന ഏത് ഭാഗവുമാകട്ടെ, നിങ്ങളായിരിക്കുന്ന ഏത് മേഖലയാകട്ടെ, ഇന്ന് രാത്രി ദൈവം നിങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വേഗത്തിൽ ഞാൻ ഈ സന്ദേശത്തിന് വിരാമമിടാൻ ആഗ്രഹിക്കുമ്പോൾ ഒരൊറ്റ ദൂത് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ ദൂത് ഇങ്ങനെയാണ്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇത് പട്ടണം പറയാൻ വേണ്ടി പോവുകയാണ്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇത് രാജ്യങ്ങൾ പറയാൻ വേണ്ടി പോവുകയാണ്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് ദേശം പറയാൻ വേണ്ടി പോവുകയാണ്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് നിങ്ങളുടെ തലമുറ പറയാൻ വേണ്ടി പോവുകയാണ്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് സഭ പറയാൻ വേണ്ടി പോവുകയാണ്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് ദേശം പറയാൻ വേണ്ടി പോവുകയാണ്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് പ്രതികൂലം കണ്ടിട്ട് ജനം പറയാൻ വേണ്ടി പോവുകയാണ്. ഈ ദിവസങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം വായിൽ നിന്ന് നീങ്ങിപ്പോകല്ല, ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകല്ല, ആത്മാവിലുള്ള ധ്യാനം ഒഴിവാക്കരുത്. ഈ ദിവസങ്ങൾ അങ്ങനെ ചെയ്യുമെങ്കിൽ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. ഈ ദൂതിൻ്റെ ആഴം മനസ്സിലായോ? ആരൊക്കെ കൂടെയില്ല എന്ന് വരുമ്പോൾ, ദുർബലമാകുമ്പോൾ, ആ മേഖല ഫില്ല് ചെയ്തുകൊണ്ട് മനുഷ്യരെക്കാൾ ബലമേറിയവൻ അവിടെ ഇറങ്ങി വന്ന് പറയുകയാണ്, ദൈവം നിൻ്റെ കൂടെ ഉണ്ട്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കുന്ന ദിവസങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വാക്ക് വേഗത്തിലൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രി ചില വചനഭാഗങ്ങളെ പെട്ടെന്ന് ഞങ്ങളൊന്ന് പറഞ്ഞുപോയി. പെട്ടെന്നാണ് പറഞ്ഞതെങ്കിലും അതിനകത്ത് ഒത്തിരി ഞങ്ങളെ ആത്മീകമായി കത്തിക്കുന്ന സ്പാർക്കിംഗ് ഉണ്ടായിരുന്നു. തീകഷ്ണങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനമാണല്ലോ, അതിനകത്ത് ജീവനുണ്ട്. അതിനകത്ത് വചനം വാളാണ്. ശത്രുവിനെ വെട്ടുന്ന വാളുണ്ട്, ജനത്തെ ബലപ്പെടുത്തുന്ന ബലമുണ്ട്. ഷെഖയിലേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ആരൊക്കെയാണോ ബലമില്ലാതിരിക്കുന്നത് അവരെയൊക്കെ സ്വർഗം ബലപ്പെടുത്തിയാട്ടെ, അവരെയൊക്കെ സ്വർഗം ആശ്വസിപ്പിച്ചാട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവം കൂടെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുന്ന, ദൈവം കൂടെ ഉണ്ടെന്ന് തെളിയിക്കുന്ന
ആമേൻ ആമേൻ ദിവസങ്ങളായി മാറേണ്ടതിനാൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാളത്തെ ശുശ്രൂഷകളിൽ, നാളത്തെ ജീവിത മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ, നാളെ പരീക്ഷകൾ നടക്കുന്നല്ലോ, മീറ്റിങ്ങിൻ്റെ മേഖലകളിൽ, ജോലി മേഖലകളിൽ എല്ലാം ദൈവം കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ട്. യാത്രകൾ ദൈവം കൂടെയുണ്ട്. ജോലി മേഖലകൾ ദൈവം കൂടെയുണ്ട്. ആരാധനയിൽ ദൈവം കൂടെയുണ്ട്. ഉടമനമന ധുലവനവന എല്ലാ വിഷയങ്ങളും ദൈവം കൂടെയുണ്ടെന്ന് പറയുന്ന അത്ഭുത സാക്ഷ്യത്തെ ദൈവം കൊടുത്ത എല്ലാവരെയും മാനിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ശ്രോതാക്കളെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ മേലെല്ലാം ദൈവശബ്ദം ഇറങ്ങട്ടെ. അവരെല്ലാവരും വചനമുള്ളവരായി മാറട്ടെ. അവരെല്ലാവരും ദൈവകൃപയുള്ളവരായി മാറട്ടെ. അവരാരും വാടിപ്പോകാതെ പ്രതികൂലങ്ങളെ ആത്മാവിൽ വെട്ടി ജയിക്കുന്നവരായി, ദൈവകൃപയുള്ളവരായി, ദൈവം കൂടെ ഉണ്ടെന്ന് അവൻ പറയപ്പെടുന്നവരായി മാറുവാൻ ഇടയാകേണ്ടതിന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സ്വർഗം മാനിക്കണം, അനുഗ്രഹിക്കണം. സകല മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.